ദൈവിക സംരക്ഷണം ഒരു ദൈവവേദന ഉണ്ടാകുന്നപ്പോഴാണെന്നറിയാം, ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമറ്റവരായിരിക്കുമ്പോഴാണ്. നമ്മൾ കാപ്പട്യത്തിന്റെ മുഖം മൂടി മാറ്റി വയ്ക്കുക, മറ്റുള്ളവരുടെ മുമ്പ് നാട്ടുകാരുടെ മുമ്പിലൊക്കെ നല്ലവർ, അതല്ല. ദൈവത്തിന്റെ മുമ്പിൽ ഹൃദയം പരിശോധിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ കുറ്റമറ്റവരാണെങ്കിൽ ഒരു ദൈവിക സംരക്ഷണം നമ്മുടെ ആത്മാവിന്റെ മേൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് പോകില്ല, ശത്രുവിനെ തൊടാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണല്ലോ ജോബിന്റെ പുസ്തകം 1:10 നാം വായിക്കുന്നില്ലേ, ജോബിനും അവന്റെ വസ്തുവകകൾക്കും സമ്പത്തിനും ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷണം നൽകി. അതിന് കാരണം പറഞ്ഞിരിക്കാൻ തൊട്ടുമ്പത്തെ വചനങ്ങൾ വായിക്കും, പറയാം, അവൻ കുറ്റമറ്റവനും നീതിമാനും ദൈവത്തെ ഭയപ്പെടുന്നവനും എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കുന്നവനുമായിരുന്നു. ഈ വേലിക്കെട്ട് പൊളിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റു വാക്കി പറഞ്ഞാൽ ദൈവം ഏർപ്പെടുത്തിയ ദൈവീക സംരക്ഷണത്തെ നമ്മൾ തകർത്ത് കളയുന്നതാണ് പാപം. മറ്റു വാക്കി പറഞ്ഞാൽ സിൻ ഈസ് ബ്രേക്കിംഗ് ദ ബൗണ്ടറി. ദൈവം ഏർപ്പെടുത്തിയ ദൈവീക സംരക്ഷണത്തിന്റെ ഒരു കവചമുണ്ട്, അതിൽ നമ്മൾ പുറത്ത് കിടക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ആ സ്നേഹവലയത്തിൽ നിന്നും ഒരുവൻ പുറത്ത് കിടക്കുന്നതിനാണ് നമ്മൾ പാപം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമറ്റവനായി നിൽക്കുന്നവരെ ദൈവം സംരക്ഷിക്കും. ആത്മാവിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം അനുവദിക്കില്ല.